ഗ്ലാമി ഗംഗയെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. സ്കിൻ കെയർ, ബ്യൂട്ടി ടിപ്സ് വീഡിയോ ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്ക് പരിചിതമായ താരം പലപ്പോഴും തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ചു വന്ന അച്ഛൻ്റെ തല്ലും വഴക്കും കേട്ട ദുരിതകാലമായിരുന്നു കുട്ടിക്കാലം. അമ്മയുടെ വേദനയും വിഷമവും വേറെ. അവസാനം അച്ഛനെ ഉപേക്ഷിച്ചിട്ട് വീട് വിട്ടിറങ്ങി. അമ്മാവൻ്റെ വീട്ടിലായിരുന്നു ആദ്യകാലം. പിന്നീട് പല പല വാടക വീട്ടിൽ കഴിഞ്ഞ് ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തങ്ങളുടെ ജീവിതകഥ മുഴുവൻ പങ്കുവച്ച ഗ്ലാമി ഗംഗ ഇതുവരെ താമസിച്ച 4 വീടുകളും പരിചയപ്പെടുത്തിയിരുന്നു. കറണ്ടില്ലാത്ത വീട്ടിലും ഒറ്റമുറി വീട്ടിലുമൊക്കെ കഴിഞ്ഞ ആ കാലമാണ് ഗംഗയെ ഇത്രയും സ്ട്രോങ് ആക്കിയത്. അമ്മ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനമായിരുന്നു ആദ്യത്തെ ഏക മാർഗം. പിന്നീട് ഗ്ലാമി യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ നിന്ന് വരുമാനം വന്നപ്പോൾ ജീവിതവും പച്ച പിടിച്ചു തുടങ്ങി. 4 വർഷത്തോളമായി യൂട്യൂബ് ലോകത്ത് സജീവമാണ് ഗ്ലാമി ഗംഗ. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് സ്വന്തമായി സ്ഥലം വാങ്ങിയത്. പിന്നെ ബാങ്കുകാരുടെ സഹായവും ലോണുമൊക്കെയായി വീട് പണി പൂർത്തിയാക്കി. ഇപ്പോൾ പുതിയ വീട്ടിലെയാണ് ഗ്ലാമിയും അമ്മയും സഹോദരിയും. എല്ലാം അടുക്കി പെറുക്കി വെക്കുന്നത്, പാക്ക് ചെയ്യുന്നതൊക്കെ ഗംഗയുടെ പുതിയ വീഡിയോയിലെ വിശേഷങ്ങളാണ്. എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഇന്ന് പാല് കാച്ചലിൻ്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. പുതുതായി പണിത വീട് എങ്ങനെയാണെന്നും ഗ്ലാമി കാണിച്ചു തരുന്നുമുണ്ട്. തറക്കല്ലിട്ട സമയത്തൊക്കെ കാണിച്ചതല്ലാതെ വേറെ ഒരു അപ്ഡേഷനും കിട്ടിയിരുന്നില്ല ഇത്രയും കാലം. ഇന്ന് പാല് കാച്ചലിൻ്റെ സമയത്താണ് വീട് പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത്. ചിലർക്ക് കാണേണ്ടത് പുതിയ വീടിൻ്റെ ഹോം ടൂറാണ്. ഗ്ലാമിയുടെ ജീവിതത്തിലെ ഈ പുതിയ സന്തോഷം ഗ്ലാമിക്കൊപ്പം താരത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സും ആസ്വദിക്കുകയാണ്. സമീപകാലത്ത് തന്നെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു രോഗാവസ്ഥയെക്കുറിച്ചും ഗ്ലാമി ഗംഗ തുറന്നു പറഞ്ഞിരുന്നു. പാടുകളൊന്നും ഇല്ലായിരുന്ന മുഖത്ത് പെട്ടെന്ന് കുറേ കുരുക്കൾ വന്നപ്പോൾ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഒന്നും ഉപയോഗിക്കാതെ ശ്രദ്ധിച്ചു. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ പല മേക്കപ്പ് സാധനങ്ങളും മുഖത്ത് പരീക്ഷിക്കുന്നത് കൊണ്ടാവും എന്നവർ പറഞ്ഞു. മേക്കപ്പ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചു നോക്കി. പക്ഷേ കുരുക്കളുടെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നില്ല. ആദ്യം കവളിൽ മാത്രം വന്നിരുന്ന കുരുക്കൾ പിന്നീട് മുഖം നിറയെ വരാൻ തുടങ്ങി. വയറിന് വല്ലാത്ത വേദനയും അസ്വസ്ഥതകളും തുടങ്ങി. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പച്ചവെള്ളം കുടിച്ചാൽ പോലും വയറ് വീർക്കും. ഭയങ്കര ക്ഷീണം. എന്ത് കഴിച്ചാലും അതുപോലെ ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥ. ശാരീരികമായി തീരെ ക്ഷീണിച്ചു. ഒരിക്കൽ ടോയ്ലറ്റിൽ പോയപ്പോൾ രക്തം കണ്ടു. ഇതോടെ പേടിയായി. ക്യാൻസർ ആണെന്ന് സ്വയം ഉറപ്പിച്ചു. എൻ്റെ ശോകഭാവം കണ്ട് സുഹൃത്ത് കാര്യം തിരക്കി. അവളെന്നെ കളിയാക്കി. പോയി ഒരു ആസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് ശരിക്കും പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. എനിക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന രോഗാവസ്ഥയായിരുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കേണ്ട കുടലിനെ ഞാൻ 54 മണിക്കൂർ പ്രവർത്തിപ്പിച്ചതിൻ്റെ അനന്തരഫലം. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോബയോട്ടിക് ആയുള്ള ആഹാരം ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് ശരിയാവും. ഇപ്പോൾ ഡയറ്റെല്ലാം കൺട്രോൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നും ഗ്ലാമി പറഞ്ഞിരുന്നു.